ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020 യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് സണ്ണി അബ്രഹാം ആൻഡ് ഫാമിലി. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ, വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ബൈബിൾ ക്രൗൺ 2020 കടന്നു വന്നിരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ ഈ ശുശ്രൂഷ നടത്തപ്പെടുവാൻ സഹായിക്കണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേകായിരങ്ങൾക്ക് അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചം പകരുവാനും അങ്ങേ രുചിച്ചറിയുവാനും തക്കതിനുള്ളൊരു മുഖാന്തരമാക്കി ഇതിനെ തീർക്കണമേ. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കതിനോണം അടിനെ എടുത്ത് ഉപയോഗിക്കണമേ. കൃപയിൽ സൂക്ഷിക്കണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുന്ന വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് കർത്തൃനാമത്തിൽ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020-ൻ്റേതായിട്ടുള്ള ഈ എപ്പിസോഡിലേക്ക് നാം കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മത്സരം നടത്തുന്നതെന്ന് പലരും ചിന്തിച്ചേക്കും. കാരണം കേരളത്തിലെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ അനേകമായ റിയാലിറ്റി ഷോ നടക്കാറുണ്ട്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആദ്യമായിട്ടാണ് ഇതുപോലെ വിശാലമായിട്ടുള്ള ഒരു മത്സരം നടത്തപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ക്രൈസ്തവ സമൂഹം മൊത്തമായി ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെ വിസ്മരിച്ചിരിക്കുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ AD 52 കേരളക്കരയിൽ വന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞ് ആരംഭിച്ച ക്രൈസ്തവ സമൂഹം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സമൂഹങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹമാണ്. അനേക സഭകൾ, നൂറുകണക്കിന് ദേവാലയങ്ങൾ, ആതുരശാലകളെല്ലാം ഉണ്ട്. അപ്പോൾ അത്രമാത്രം പ്രബലമായ ഒരു സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ 2020 വർഷങ്ങളായിട്ട് ഈ മലയാള മണ്ണിൽ വളർന്ന് വലുതായിട്ടും ദൈവവചനത്തിന് അർഹമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് സങ്കടപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. ഞാൻ വിധി എഴുതുകയല്ല, വിമർശിക്കുകയുമല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞറിയിക്കുകയാണ്. എന്തെന്നാൽ ഈ ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി, ദൈവവചനം ലോകത്തിൻ്റെ നാനാപരപ്പുകളിലേക്കും അറിയിക്കുന്നതിന് വേണ്ടി, ദൈവവചനത്തിലേക്ക് അനേകായിരങ്ങളെ ആകർഷിച്ച് ദൈവസന്നിധിയിലേക്ക് അനേകരെ നയിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ് വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ്. 1955 മാർച്ച് 29 ആരംഭിച്ച വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ് സൗഖ്യദായക ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും പരിശുദ്ധാത്മാഭിഷേകത്തിൽ പ്രവർത്തിക്കാനുള്ള ശുശ്രൂഷയും ഒക്കെ സഭാവ്യത്യാസമില്ലാതെ നടത്തുമ്പോൾ, ഞങ്ങളൊരു പ്രത്യേക സഭയല്ല, എല്ലാ സഭകളിലെയും അംഗങ്ങൾ ഈ എക്യുമിനെ ശുശ്രൂഷയിലുണ്ട്. അപ്പോൾ അതിൻ്റെ പരമോന്നതമായ ലക്ഷ്യങ്ങൾ അതാണെങ്കിൽ തന്നെയും അപ്രകാരമുള്ള ശുശ്രൂഷകളിൽ പൂർണ്ണത കൈവരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ദൈവവചനമായിരിക്കണം. അപ്പോൾ ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത് വായിക്കുന്നവർക്ക് മനസ്സിലാകുവാനും മനസ്സിലാക്കുന്നവർ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം ഒരു ദർശനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ബലഹീന എന്നെ
കർത്താവ് ഈ ദർശനത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് വിശുദ്ധ സത്യവേദ പുസ്തകമെന്ന ആധുനിക മലയാള പരിഭാഷ പൂർത്തീകരിച്ച് 2000 ആണ്ട് ഡിസംബർ 22-ാം തീയതി പ്രകാശനം ചെയ്തത്. ആധുനിക മലയാള പരിഭാഷയിലുള്ള ആദ്യത്തെ ബൈബിളാണ്, മലയാളത്തിലെ 10ാമത്തെ പരിഭാഷ. ഇറ്റ്സ് എ യൂസർ ഫ്രണ്ട്ലി ബൈബിൾ. സാധാരണക്കാരൻ്റെ സെമിനാരി. ഏത് വിഷയവും ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന സംവിധാനമുള്ള ഇന്ത്യയിലെ ഏക ബൈബിൾ അതാണ്. അനേക വിഷയങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളുമുള്ള ബൈബിളാണ് വിശുദ്ധ സത്യവേദ പുസ്തകം. ഇന്ന് ആരുടെയും പിൻബലമില്ലാതെ ഒരു ക്രൈസ്തവ സമൂഹമോ സഭയോ അതിനെ പിന്തുണയ്ക്കാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച് ദൈവസന്നിധിയിലേക്ക് സ്വയം മനസ്സുകളെ വിനയിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ അനേകായിരങ്ങൾക്ക് കർത്താവിനെ കണ്ടെത്താൻ മുഖാന്തരം ഒരുക്കുന്ന ഒരു വലിയ പ്രവർത്തനമായിട്ടാണ് ദൈവം ആ ബൈബിളിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, 10 ഗോത്രഭാഷകളിൽ ഈ തിരുവചനം, ദൈവത്തിൻ്റെ തിരുവചനം അവരുടേതായിട്ടുള്ള ഹൃദയഭാഷ, അതാണ് ഗോത്രഭാഷ. ഒരു ഗോത്രത്തിൽ 2 ലക്ഷം പേർ 2.5 ലക്ഷം പേരൊക്കെ ഉണ്ട്. അതിൽ വിശ്വാസികളായിട്ട് വരുന്നവർ 1000-1500 പേരേ ഉള്ളൂ. അവരുടെ ആവശ്യപ്രകാരം ആ ഗോത്രങ്ങളിലേക്ക് ഈ തിരുവചനം പരിഭാഷപ്പെടുത്തി കൊടുക്കുവാൻ തക്കതിന് വണ്ണം ഈ എളിയ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൗജന്യമായിട്ടാണ് ചെയ്തത്. അവിടെയാണ് ഈ ചോദ്യം ഉദിക്കുന്നത്. ഈ ഗോത്രങ്ങളൊക്കെ കഴിഞ്ഞ 2000-ലധികം കൊല്ലങ്ങളായിട്ട് ഈ ഭൂമിയിലുണ്ട്. ഈ മലയാള മണ്ണിൻ്റേതായിട്ടുള്ള നാനാവശങ്ങളിൽ വടക്കോട്ട് പോകുമ്പോൾ മാനന്തവാടി മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ വടക്കോട്ട് അങ്ങ് ഛത്തീസ്ഗഡ് വരെയുള്ള സ്ഥലങ്ങളിൽ എത്രയോ ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങൾക്ക് ദൈവവചനം നൽകണമെന്നുള്ള ഒരു വലിയ ആവേശമോ അങ്ങനെ ഒരു ചിന്തയോ ആധുനിക കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളൊരു സങ്കടമാണ്. മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ടവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സമൂഹത്തിന് ദൈവവചനം ലഭിക്കുന്നില്ല എങ്കിൽ അവർ കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച്, അവരോട് പറയുന്ന യേശുവിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിൽ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തോടുള്ള അവരുടെ പ്രതിബദ്ധത കുറഞ്ഞതുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുവാൻ കഴിയാത്തത്. നാം ഇപ്രകാരം ഈ പരിഭാഷകൾ നടത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഉടനേ ഉണ്ടായൊരു കാര്യമല്ല. ഈ ഗോത്രങ്ങളെല്ലാം 10,000-2000 അതിലധികമോ വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ഈ മണ്ണിൽ നമ്മുടെ സമീപത്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരെക്കുറിച്ച് ചിന്തിക്കുവാനോ അവർക്ക് ദൈവവചനം നൽകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുവാനോ കഴിഞ്ഞില്ല. പക്ഷേ മറ്റു പലതിലേക്കും കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അമ്പരചുംബികളായ ദേവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് വേണ്ട ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ 100 കാര്യങ്ങളിൽ സാമ്പത്തികമായ വർധനയ്ക്ക് വേണ്ടിയും ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെ അഭ്യുന്നതയ്ക്ക് വേണ്ടിയും സിംഹാസനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവവചനം എന്താണെന്നോ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ എന്താണ് യേശുവിനെ അറിയാത്ത ഒരുപാട് ഗോത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഭാരതത്തിൽ ഔദ്യോഗികമായിട്ട് 200 ഗോത്രങ്ങളുണ്ട്. ഇന്നത്തെ കേരളത്തിലെ ഞാൻ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നില്ല. അതിസമ്പന്നമായ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ സഭകളും ശുശ്രൂഷകളും അപ്രകാരം ഒരു ദർശനം ഉണ്ടായിരുന്നെങ്കിൽ ഈ 2000 കൊല്ലത്തിനിടയ്ക്ക് ഈ ഗോത്രങ്ങൾക്കെല്ലാം ദൈവവചനം നൽകുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു എളിയ ശുശ്രൂഷ ദൈവം അതിനായിട്ടെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 11ാമത്തെ ഗോത്രത്തിൻ്റെ പരിഭാഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജകൊണ്ട എന്ന ഭാഷയിൽ ആരും കേട്ടിട്ട് പോലും കാണുകയില്ല. 2 ലക്ഷം പേരെ സംസാരിക്കുന്നുള്ളൂ. ലക്ഷങ്ങളുടെ വരുമല്ല. ആ 2 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഒരിക്കലും യേശുവിനെ കണ്ടെത്തുവാനോ രുചിച്ചറിയാനോ സാധ്യമല്ല. ഗോത്രങ്ങളിൽ ദൈവവചനം എത്തിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന മലയാളി സമൂഹത്തിന് ദൈവവചനത്തോട് പ്രതിപത്തി ഉണ്ടാകണം. കാരണം ഞാൻ ഈ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ ഇപ്രകാരം ഗോത്രങ്ങളുണ്ടെന്നോ അവർക്ക് ദൈവവചനം കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുവാനോ ചിന്തിക്കുവാനോ കഴിയാത്തത്. ഈ കാര്യത്തിൽ ഇന്ന് വരെ കേരളത്തിലെ ഒരു സഹോദരൻ്റെയും സഹായം ലഭിച്ചിട്ടില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ചറിയാം. ഞങ്ങൾ സഹായത്തിന് പോയിട്ടുമില്ല. പിന്നെയോ ഈ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ സ്വയമായിട്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നോടൊപ്പം അങ്ങ് കൊടുങ്കാടുകളിൽ മരുഭൂമിയിലൊക്കെ ഈ ഗോത്രങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് വന്നാണ് അവർക്ക് സൗജന്യമായിട്ട് ഈ പരിഭാഷ കൊടുക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ പരിഭാഷ കൊടുത്ത് ജൂൺ മാസത്തിലാണ്. എരുകുല ഗോത്രം ആന്ധ്രയിൽ അനന്തപൂരിൻ്റെ അവിടുന്ന് ഏതാണ്ട് 100 മൈൽ ദൂരെയുള്ള
ഒരു ഗ്രാമത്തിൽ. പണ്ട് കാടുകളായിരുന്നു, ഇന്നവിടെ കാടുകളില്ല. കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് പാറക്കൂട്ടങ്ങളാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ സങ്കടപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ 16 വർഷമായി യേശുവിനെ ഞങ്ങൾ അറിയുവാനായിട്ട് ഇവിടെ ഒരു മിഷണറി വന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയാൻ പറ്റി. പക്ഷേ ഞങ്ങൾക്ക് ദൈവവചനം ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 16 വർഷമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടേക്കാണ് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽപ്പെട്ട 50 പേര് ത്യാഗം സഹിച്ച് അവിടെ വന്നാണ് ഇത് വിതരണം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ മാത്രമല്ല, ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു വലിയ ദർശനമുണ്ട്, ഒരു വലിയ ആവശ്യമുണ്ട്. ഭാരതത്തിൽ അനേക ഗോത്രങ്ങൾക്ക് ഈ സുവിശേഷം ലഭ്യമാക്കുവാൻ തക്കതിനൊന്നും, ദൈവവചനം ലഭ്യമാക്കുവാൻ തക്കതിനൊന്നും നമുക്കൊരു വലിയ ചുമതലയുണ്ട്, വലിയ കടപ്പാടുണ്ട്. ലോകത്തിൽ 7037 ഭാഷകളുണ്ട്. അതിൽ ബൈബിൾ പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് അങ്ങേയറ്റം 700 ഭാഷകൾ മാത്രമാണ്. പുതിയ നിയമവും അതിലെ ശകലങ്ങളുമായിട്ട് 2300 ഭാഷകളിലുണ്ട്. നിങ്ങൾ ഇവിടെ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ തീം പാർക്കിൽ വന്നാൽ ലോകത്തിലെ 7037 ഭാഷകളുടെയും ചരിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സ്ഥിതിവിവരക്കണക്കുകളും അവിടെ ഉണ്ട്. മാത്രമല്ല 10 പേർ സംസാരിക്കുന്ന ഭാഷ മുതൽ ലക്ഷോപലക്ഷം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളുടെ ചരിത്രം അവിടെയുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനിയും 4000 ചില്ലുവാനം ഭാഷകളിൽ ഈ വചനം ഭൂമിയിലെ മനുഷ്യർക്ക് നൽകപ്പെടുവാനുണ്ട്. നാനാ ഭാഷകൾ സംസാരിക്കുന്ന ജനസമൂഹത്തിന് നൽകുവാനുണ്ട്. അത് പസഫിക് ഐലൻഡ്സിലുണ്ട്, പാപ്പുവ ന്യൂഗിനിയയിലുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ. ആ രാജ്യങ്ങളൊക്കെ പോകട്ടെ, ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ ഇനിയും 100 കണക്കിന് ഭാഷകളുണ്ട്. അതുകൊണ്ട് ഈ ആമുഖമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ ബൈബിൾ പരിഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കണം എങ്ങനെ ഇത് കൊടുക്കുവാൻ കഴിയും. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ശുശ്രൂഷകളിലും സഭകളും ഇതിനു വേണ്ടി നിങ്ങൾ വാദിക്കണം. മറ്റനേക കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ അതേ വ്യഗ്രത കാട്ടുമ്പോൾ എന്തുകൊണ്ട് ഒരു ഗോത്രത്തെ ദത്തെടുത്തുകൊണ്ട് ആ ഗോത്രത്തിന് തിരുവനം നൽകുവാൻ കഴിയുന്നില്ല? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഇത് അവാർഡ് കിട്ടുന്ന കാര്യമല്ല, ഇത് സ്ഥാനമാനം കിട്ടുന്ന കാര്യമല്ല. 11ാമത്തെ പരിഭാഷ നടത്തുമ്പോൾ പോലും എനിക്ക് കേരളത്തിലെ ഒരു മനുഷ്യരുടെ ഒരു നല്ല വാക്ക് ഇതുവരെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും ആരും ചോദിച്ചിട്ടില്ല. ഇത് ലോകത്തിലെ മാന്യതയ്ക്ക് വേണ്ടിയോ സ്ഥാനമാനത്തിന് വേണ്ടിയില്ല. സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം നടത്തുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവ് നിങ്ങളുടെ ഇടവകളിലും സഭകളിലും സമൂഹങ്ങളിലും വ്യാപിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഒരു ഗോത്രത്തിനെങ്കിലും ദൈവവചനം കേൾക്കുവാനും ദൈവവചനം ലഭ്യമാകുവാനുള്ള മുഖാന്തരം ഒരുക്കപ്പെടും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ദർശനത്തിൻ്റേതായിട്ടുള്ള ഒരു വീതിയാണ് ഈ ബൈബിൾ ക്രൗൺ 2020 മത്സരം. ഇതൊരു മത്സരമല്ല, ഇത് സുവിശേഷീകരണത്തിലുള്ളൊരു പ്രയാണമാണ്. കാരണം വളരെ പേർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് സമയം തീരെ ഇല്ല, ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, ഞങ്ങൾക്ക് വീടുണ്ട്, കൊച്ചുങ്ങളെ നോക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലെല്ലാം വരുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവവചനത്തിന് വേണ്ടിയുള്ള അവരുടേതായിട്ടുള്ള പ്രയത്നവും പ്രയാണവും അവരുടേതായിട്ടുള്ള അഭിനിവേശവും വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. മറ്റ് പലതിനാണ് ദൈവവചനത്തെക്കാൾ പ്രാമുഖ്യമുള്ളത്. അങ്ങനെ ഒരു ബ്രിങ്ങിങ് അപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് വളർന്നിരിക്കുന്നത്. ഞങ്ങൾ അനേകരുടെ കാല് പിടിച്ചാണ്, ഈ സമയത്ത് വരണേ, ഈ സമയത്ത് വരണേ, ഈ സമയത്ത് വരണേ. എന്തുകൊണ്ട് ആവശ്യിക്കുന്നു? ഇത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമം ആരെയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ സ്പർശിക്കാൻ കഴിയുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും ആരും അറിയുകയില്ല. പക്ഷേ ഇതിൽ പ്രതിപാദിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആരെയെങ്കിലും എവിടെയെങ്കിലും സ്പർശിക്കുമെങ്കിൽ, അവർ വചനത്തിലേക്ക് അവരുടെ കണ്ണുകൾ ഓടിക്കുമെങ്കിൽ, അവർ ദൈവത്തെ രുചിച്ചറിയാൻ അവർക്ക് കഴിയുമെങ്കിൽ ധന്യമായി ദൈവം അത് പ്രവർത്തിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വൃഥ അയക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എന്നോടൊപ്പം ഇന്ന് ഈ എപ്പിസോഡിൽ സ്കോർ കീപ്പേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് മിസ്സസ് രാജീവ് വർഗീസും മിസ്സസ് ലീന തോമസുമാണ്. മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ സഹധർമ്മിണിയാണ്, എൻ്റെ കൂട്ടുവേലക്കാരിയാണ്.
വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വൈസ് പ്രസിഡൻറ്റും മ്യൂസിയം ഓഫ് ദ ബൈബിൾ ഇൻ്റർനാഷണൽ തീം പാർക്കിൻ്റെ കോ ഫൗണ്ടറുമാണ്. എൻ്റെ എല്ലാ ആത്മീയ യാത്രകളിലും വചനത്തിലുള്ള പ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലും എൻ്റെ സഹയാത്രിക മാത്രമല്ല കൂട്ടുവേലക്കാരിയാണ്. പ്രിയപ്പെട്ട രാജയെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രിയപ്പെട്ട ലീന തോമസാണ്. ചെറുപ്രായം മുതൽ ഈ ശുശ്രൂഷ ആരംഭിച്ച നാൾ മുതൽ ഇതിൽ വളർന്ന ഒരു വ്യക്തിയാണ്. ലീനയുടെ മാതാപിതാക്കന്മാരായ ശ്രീ തോമസ് വർഗീസും പരേതയായ മിസസ് മേഴ്സി തോമസും ഈ ശുശ്രൂഷയിൽ ആദ്യമേ വന്ന 3 കുടുംബങ്ങൾ ഒരു കുടുംബമാണ്. 1985 വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ആരംഭിക്കുമ്പോൾ എന്നോടൊപ്പം ഈ ശുശ്രൂഷ പ്രവർത്തിക്കുവാനായിട്ട് കടന്നു വന്ന 3 കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് ആ കുടുംബം. അന്ന് മുതൽ ചെറുപ്പം മുതൽ അതേ ദൈവവചനത്തിലുള്ള പ്രചാരണത്തിലുമൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലീന ഇവിടെ ഈ ബൈബിൾ ഗ്രൗണ്ട് 2020 എന്നെ സഹായിക്കുവാനായിട്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ലീനയെയും വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ നാമത്തിൽ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ലിറ്റിൽ ഫ്ലവർ ചെറുപുഷ്പം അല്ലേ, ആനി ജോൺ, അക്സ രാജു, നിങ്ങളെയും ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ലിറ്റിൽ ഫ്ലവർ എന്ത് ചെയ്യുന്നു? ബിടെക് കഴിഞ്ഞു, ഇപ്പോൾ ഹൗസ് വൈഫാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. വെരി ഗുഡ്, ദാറ്റ്സ് വെരി നൈസ്. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്, ഹൗസ് വൈഫാണ്, ബിടെക് കഴിഞ്ഞു. ജോലി അന്വേഷിക്കുന്നില്ലേ? KCB കോൺട്രാക്ട് ബേസിൽ AI ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞ് അതിന് ഇഷ്ടം പോകുന്നില്ല. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നു? CSI ചർച്ചിലെ പ്രീസ്റ്റാണ്, പ്രസ്ബിറ്ററാണ്. ഓ, പ്രസ്ബിറ്ററാണ്. അപ്പം ഒരു അച്ഛൻ്റെ ഭക്തിയാണ്. വെരി ഗുഡ്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ ചെറുപ്രായത്തിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. വേദപുസ്തകം വായിക്കാനൊക്കെ സമയം കിട്ടുമോ? സമയം കണ്ടെത്തി വായിക്കാറുണ്ട്. വെരി ഗുഡ്, അതാണ് അത്യാവശ്യം. സമയം ആർക്കും ലഭിക്കുന്ന കാര്യമല്ല. പിന്നെയോ സമയം നാം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തണം. അനേകരെ ഞങ്ങൾ ഇതിന് വിളിക്കുമ്പോൾ പറയും തീരെ സമയമില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതുണ്ട്. ദൈവം ആർക്കും സമയം കൊടുക്കത്തില്ല. ചിലർ പറയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സമയമില്ലെന്ന്. പ്രാർത്ഥിക്കാൻ ദൈവം ആർക്കും ദിവസം 1 മണിക്കൂർ അധികം കൊടുക്കുകയില്ല. 24 മണിക്കൂർ നമുക്ക് ലഭിക്കുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ള സമയം കണ്ടെത്തണം. ഭക്ഷിക്കാൻ സമയമുണ്ട്, ടെലിവിഷൻ കാണാൻ സമയമുണ്ട്, പത്രം വായിക്കാൻ സമയമുണ്ട്, സ്നേഹിതരോട് ടെലിഫോണിൽ സ്വറ പറയാൻ സമയമുണ്ട്. അപ്പോൾ ഇതിന് സമയമില്ല. ആ അർത്ഥത്തിൽ ലിറ്റിൽ ഫ്ലവർ സമയം കണ്ടെത്തി. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ദാറ്റ്സ് ദ ആൻസർ യു ഷുഡ് ഹാവ്. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ മോട്ടോ ഓഫ് എവ്രി ചൈൽഡ് ഓഫ് ഗാഡ്. ഓരോ ദൈവവേദത്തിലും ആ ദർശനം ഉണ്ടാകുന്നത്. കൺഗ്രാജുലേഷൻസ്. ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്, ആനി ജോൺ, വാട്ട് ആർ യു ഡൂയിങ്? I'm a dentist by profession. Oh, you're a dental surgeon by profession. That's very good. You're a dental surgeon, right? Dental surgeon. So, do you practice right now? Yes, I'm എവിടെയാണ് practicing പ്രാക്ടീസ് ചെയ്യുന്നത്? in a clinic, ഒരു ക്ലിനിക്കില് മണ്ണന്തലയിൽ. മണ്ണന്തല. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ വരാമല്ലോ, ഞങ്ങളുടെ വഴിയിലാണ് അല്ലേ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ പള്ളി കാണിക്കാം. അതെ. വെരി ഗുഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബൈബിളുമായിട്ടുള്ള ഒരു ബന്ധം? ദൈവത്തെ അറിഞ്ഞത് മുതൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒക്കെ വളരെ ആഗ്രഹമുണ്ട്. ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെ അറിയുന്നതും ദൈവത്തെ അനുഭവമാക്കുന്നതും 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ദൈവത്തെ അറിയുന്നവരെല്ലാവരും ഉണ്ട്. പിശാചൻ ദൈവത്തെ അറിയുന്നവനാണ്. ബട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? ദാറ്റ്സ് ഗ്രേറ്റ്. അതെ, ദൈവത്തെ അനുഭവമാക്കുന്ന ഒരു മഹത്തായ ശുശ്രൂഷയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇതിൻ്റെ ലക്ഷ്യം തന്നെ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് അനേകരെ ആകർഷിക്കുന്നതിനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദൈവവചനം വായിക്കണമെന്ന് ആരും പറയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി യു വിൽ ഗോ ടു ദ വേർഡ് ഓഫ് ഗാഡ്. Am I right? Yes, sir. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്രതമാണ്. കാരണം ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ട് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. Am I right? അതെ, അതെ. That's right. Okay. Welcome. And may God bless you in this. Thank you, sir. Yes, Aksa Raju. Tell me, എന്ത് ചെയ്യുന്നു? ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. വെരി ഗുഡ്. സോ വി ഗോട്ട് എ ചാർട്ടേഡ് അക്കൗണ്ട് ഓൾസോ ഹിയർ. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്. ഇന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അനുഭവമാണോ അറിവാണോ അതോ അറിയാൻ ശ്രമിക്കുകയാണോ? ചെറുപ്രായം മുതൽ തന്നെ വചനം വായിക്കുവാനും വചനം ഗ്രഹിപ്പാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. തീർച്ചയായിട്ടും. ചർച്ചിൽ നിന്നും അതേപോലെ തന്നെ അങ്ങനെ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്.
അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ എന്തിനാ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? പ്രാർത്ഥന, വചനം. പ്രാർത്ഥനയ്ക്ക്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്, അല്ലേ? സോ മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ വേലയുടെ ഒരു കാര്യത്തിൽ പോകണമെന്നുള്ള അപ്രകാരം ഒരു ആഗ്രഹമുണ്ടോ? അതോ മറ്റൊന്നിൽ എല്ലാം പോലെ ഇന്ന് സമയമുണ്ടെങ്കിൽ പൊക്കളയാം എന്നൊരു ചിന്തയുണ്ടോ? അല്ല. അപ്പോൾ ജോലിക്ക് ഇച്ചിരി താമസിച്ചാലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സോ യുവർ പ്രൈമറി ഓബ്ജക്റ്റ് ഈസ് ടു വർക്ക് ഫോർ ഗാഡ്, റൈറ്റ്? അങ്ങനെ ദൈവവചനം ചെറുപ്പം മുതൽ വായിച്ചു. അപ്പം ദൈവവചനത്തെക്കുറിച്ച് വളരെ ഗ്രാഹ്യമുള്ള ഒരു എപ്പിസോഡാണിത്, 3 പേരും. എനിക്കതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ആനിക്കുണ്ട്, ഇല്ലേ? ലിറ്റിൽ ഫ്ലവറിന് ഉണ്ടോ? ഉണ്ട്. സോ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉള്ളപ്പോൾ ആ ഭാഷ ഒന്നാണ്. ഇപ്പോൾ ഒരു ഭാഷ പറയുമ്പോഴേ ഭാഷ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, ഇല്ലേ? ഞാൻ ചൈനയിൽ ചെന്ന് മലയാളം പറഞ്ഞാൽ ചൈനക്കാർക്ക് മനസ്സിലാവൂ, അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവൂ. അപ്പോൾ പരിശുദ്ധാത്മ ഒരു ഭാഷയാണ്, ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സദാ അനുഭവിക്കുന്ന ഒരു ബലഹീനാണ് ഞാൻ. അപ്പോൾ എൻ്റെ പരിശ്രമം വളരെ വളരെ ലഘൂകരിക്കപ്പെടും. Bible Count 2020. സ്നേഹമുള്ളവർ, നമ്മളിവിടെ കണ്ടത് വളരെയേറെ ആകർഷകമായിട്ടുള്ള കാര്യങ്ങളാണ്, നൂതനമായ കാര്യങ്ങളാണ്. പല അത്ഭുതങ്ങളിൽ നമ്മൾ ലോകത്തിലുണ്ടെങ്കിലും ഇതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ചുവടുവയ്പ്പായിട്ട് ഞാനത് കാണുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിദായകമായ സാന്നിധ്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വചനം അതിൻ്റെ ആദ്യ രൂപത്തിൽ തന്നെ കാണാനായിട്ട് പറ്റി. എല്ലാവിധ ഭാഷകളിലേക്ക് രചിക്കപ്പെട്ടിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ചുരുളുകൾ മുതൽ ആധുനികമായിട്ടുള്ള എല്ലാ വിവർത്തനങ്ങൾ വരെ ബൈബിളിനെ സ്വാധികാരികമായിട്ട് അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒത്തിരി പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇതാർക്ക് വേണമെങ്കിലും ഏത് അവിശ്വാസികൾക്കൊക്കെ കാണാനും അതുപോലെ ആസ്വദിക്കാനും പറ്റിയ രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ നാട് സന്ദർശിക്കുന്ന അവസരത്തിലുണ്ടായിട്ടുള്ളൊരു അനുഭവം പോലെ. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. സോ ഷാൽ വി ബിഗിൻ? അതെ, അതിനു മുമ്പ് ഇതിൻ്റെ ഘടനയൊന്ന് മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഏദൻ ലെവൽ. എല്ലാ സൃഷ്ടിയുടെ ആരംഭം ഏദനാണ്, അല്ലേ? അപ്പോൾ ഏദൻ ലെവലിൽ 4 റൗണ്ടുകളുണ്ട്. ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമത്തിൽ ഓരോ ചോദ്യം. നെക്സ്റ്റ് ഈസ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, ഓരോ ചോദ്യം. മൂന്നാമത് നിങ്ങൾ തന്നെ ഇവിടെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ചോദ്യം, നിങ്ങൾ തന്നെ അതിന് മറുപടി പറയുക, റൈറ്റ്? അത് കഴിഞ്ഞ് അവസാന റൗണ്ട് ബമ്പർ റൗണ്ട്. ബമ്പർ റൗണ്ട് എന്നറിയാമല്ലോ, ഒന്നിലിടിക്കുക അല്ലെങ്കിൽ തകരുക, ബമ്പർ. അത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ബസർ അമർത്തി മറുപടി നൽകണം. അവിടെ ഒരു ബസറുണ്ട്, അത് അമർത്തുമ്പോൾ ലൈറ്റ് പ്രകാശിക്കും. ആദ്യമേ ബസർ അമർത്തുന്നവർക്ക് ആയിരിക്കും മറുപടി പറയാൻ അവസരം ലഭിക്കുന്നത്. കൂട്ടത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചു, നിങ്ങളൊക്കെ ഇതിനു മുൻപ് ബൈബിൾ ക്വിസ് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഈ സെറ്റിൻ്റെ കാര്യമല്ല ചോദിക്കുന്നത്. സെറ്റൊക്കെ എൻ്റെ ടെലിവിഷൻ ക്രൂ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, അതല്ല. അതിലുപരിയായിട്ട് ഇതിൻ്റെ ഘടന വ്യത്യസ്തമാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ യേശു 5 അപ്പം കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു എന്നുള്ളതും ബൈബിൾ ക്വിസിൻ്റെ ഒരു ചോദ്യമാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. സെറ്റൊക്കെ തീർച്ചയായിട്ടും അത് ഏറ്റവും മികച്ച. കാരണം എനിക്കൊരു നിർബന്ധമുണ്ട്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും അത് എത്ര ചിലവായിരുന്നാലും ഏറ്റവും മനോഹരമായിരിക്കണം. ബൈബിൾ ക്വിസാന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ ഊടുമുറിയിൽ കയറിയിരുന്ന് 3 പേരെ മുന്നേറി ചോദിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അത് നിങ്ങളായാലും ഞാനായാലും ആരായിരുന്നാലും, അത് ഏറ്റവും മനോഹരമായി തീരണം. ആം ഐ റൈറ്റ്? നിങ്ങളങ്ങനെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? വെരി ഗുഡ്. അപ്പോൾ ബമ്പർ പ്രൈസ് വരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. എന്ത് പ്രസ് ചെയ്യും? ബസർ പ്രസ് ചെയ്യണം. അതിനു മുമ്പ് ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ പൂർണ്ണമായ മാർക്ക് കിട്ടും. ഉത്തരം അറിഞ്ഞുകൂടാമെങ്കിൽ മാർക്കൊന്നും നഷ്ടപ്പെടുകയില്ല, ഒന്നും കിട്ടുകയില്ല.
എന്നാൽ തെറ്റായ ഉത്തരം നൽകി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ -1 മാർക്ക്. പ്രത്യേകിച്ച് അച്ഛൻ്റെ കൊച്ചമ്മ, അതെ, ഡെൻ്റൽ സർജൻ, CA ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്നെ തെറ്റിപ്പിക്കാൻ ഒരു പ്രവണത ഉണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിന് -1 മാർക്ക് തരും. ഈ ബസർ ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെങ്കിൽ 1.5 മാർക്കാണ് പെനാൽറ്റി. കാരണം 1 മാർക്ക് തെറ്റിച്ചു പറഞ്ഞതിന് 1/2 മാർക്ക് ബാക്കി 2 പേരുടെ അവസരം ബോധപൂർവ്വം നഷ്ടപ്പെടുത്തുന്നതിന്. റൈറ്റ്? ശരിയാണോ? അപ്പോൾ 1.5 മാർക്ക് മൈനസ് ലഭിക്കും. ഇനിയും ഒരു ചോദ്യം അറിഞ്ഞുകൂടായെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ദ ക്ലൂ ചോദിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ ക്ലൂവിന് -1 മാർക്ക്. 5 മാർക്കുള്ള ഒരു ചോദ്യത്തിന് ക്ലൂ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരിയായ ഉത്തരത്തിൽ എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക്. ആർ യു സാറ്റിസ്ഫൈഡ്? അല്ലേ? ബ്രൂട്ടസ് പറയുന്നതിൻ്റെ തൊട്ട് കം ഓൺ ലെറ്റ് us ബി സാറ്റിസ്ഫൈഡ്. ജൂലിയസ് സീസർ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഈ വാചകം ഓർക്കുന്നുണ്ടോ? ജൂലിയസ് സീസറിൽ ഷേക്സ്പിയർ എഴുതിയാണ്. സോ യു ആർ ഹാപ്പി, യു ആർ സാറ്റിസ്ഫൈഡ്, റൈറ്റ്? ഗോഡ്, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ അത്രയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബസർ അമർത്താൻ ഒരു പ്രാക്ടീസ്. എല്ലാവർക്കും ഉത്തരം അറിയാം, പക്ഷേ ഉത്തരത്തിൻ്റേതായിട്ടുള്ള പ്രതിഫലനം എവിടെ ഉണ്ടാകണം? കയ്യിലുണ്ടാകണം. ആലോചിച്ച് പതുക്കെ കൈ ഇങ്ങനെ അനക്കി കൊണ്ടുവന്നാൽ തൊടുമ്പോഴത്തേക്ക് വേറെ 2 പേര് തൊട്ട് കാണും. ആദ്യമേ ആരാണ് ബസർ അമർത്തുന്നത് അവരുടേത് മാത്രമേ പ്രകാശിക്കൂ. അങ്ങനെ ഒരു വലിയ തട്ടുകേട് ഈ ബസറിനുണ്ട്. അപ്പോൾ 3 പേര് ഒരുപോലെ ബസർ അമർത്തിയാൽ കാണില്ല. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഡിഫറൻസ് പോലും ബസർ പിടിക്കും. അത്ര സെൻസിറ്റീവ് ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ ഉടനെ ബസർ പ്രത്യേകം. ഓൾറൈറ്റ്, ഏറ്റവും അറിയാവുന്ന ഉത്തരമാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണ്? കണ്ടോ, അത് ലിറ്റിൽ ഫ്ലവർ. അത് പിടിച്ചു. സി, ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഉത്തരം പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് എ പ്രാക്ടീസ്. 1 more question. വേദപുസ്തകത്തിലെ അവസാന പുസ്തകം ഏതാണ്? കണ്ടോ, അക്സായ്ക്ക് മനസ്സിലായി. വേദപുസ്തകത്തിലെ അവസാനം എന്ന് പറഞ്ഞപ്പോഴേ ഞെക്ക് കഴിഞ്ഞു. അണ്ടർസ്റ്റുഡ്? അങ്ങനെ വേണം. പോയാൽ എന്താ? പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന. സോ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. 1 മാർക്ക് പോതേ പോട്ടെ, അല്ലേ? തമിഴിലൊരു പാട്ട് കേട്ടില്ലേ? പോണാൽ പോകട്ടും, പോടാ, അല്ലേ? പക്ഷേ കിട്ടുന്നത് എന്തോ? ഇറ്റ്സ് എ ബസർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 10 മാർക്സാണ് ഒരു ബമ്പർ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഉത്തരം ശരിയാണോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സംഗതി കഴിയും. സോ ആർ യു റെഡി? സ്കോർ കീപ്പേഴ്സ്, ആർ യു റെഡി? വെരി ഗുഡ്. സോ ഹു ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്? അക്സായ്ക്ക് ചാൻസ് തരണമെന്നാണ് ലിറ്റിൽ ഫ്ലവർ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ പിടിക്കാമല്ലോ. അതിന് അല്ലേ? അതല്ലേ, അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. സ്നേഹം കൊണ്ടാണോ? അല്ല, ഓക്കെ, ഡോണ്ട് വറി. യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ട്, സോ യു ഷുഡ് ബി ചാർട്ടേഡ് ഫോർ എവറിഥിങ്. Right, so here we go. We are going to start the first round, the Old Testament round. One question for each, right? Yes. യഹോവ ഭക്തനായ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അവൻ വാങ്ങിയ കടങ്ങൾ തിരികെ കൊടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് തൻ്റെ പുത്രന്മാരെ അടിമകളാക്കുവാൻ പോകുന്നുവെന്ന് ഒരു സ്ത്രീ പ്രവാചകരോട് നിലവിളിച്ചു പറഞ്ഞു. ഏത് പ്രവാചകൻ? ഏലിയാവ്. ഉത്തരം വളരെ തെറ്റാണ്. അക്സാറ്റി രാജുവിന് -1 മാർക്കോടുകൂടി ഇന്നത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് ആരംഭിക്കുന്നു. അടുത്ത ചാൻസ് ക്ലോക്ക് വൈസ് ലിറ്റിൽ ഫ്ലവറിനാണ്. ഏലീഷ. ഏലിയാവ് അല്ലെങ്കിൽ ഏലീഷ, ഇല്ലേ? ദ ആൻസർ ഈസ് റൈറ്റ്. ഷീ ഗെറ്റ്സ് 3 മാർക്സ്. കാരണം 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അക്സ ഒരക്ഷരത്തിന് വ്യത്യാസപ്പെട്ടു. ഏലിയ, ഏലീഷ. ഷായ്ക്ക് പകരം യാ ആയിപ്പോയി. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഇഷ്ടപ്പെട്ടു, വളരെ അടുത്തായി. ഓൾറൈറ്റ്, ഇനി 2ാം ഭാഗമുണ്ട്. അക്സയ്ക്ക് ഇനിയും ട്രൈ ചെയ്യാം. സെക്കൻഡ് പാർട്ട്. അവളുടെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന സ്വത്ത് എന്ത്? ഈ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ഭവനത്തിൽ ആകെ ഉണ്ടായിരുന്ന സ്വത്ത് എന്താ? അറിയാമെങ്കിൽ പാസ് എന്ന് പറയും. അപ്പോൾ പാസ്. യെസ്, ലിറ്റിൽ ഫ്ലവർ. കലത്തിൽ 1 പിടി മാവും. എന്ന് പറഞ്ഞാൽ അത് തെറ്റായി, അതുകൊണ്ട് അത് കൂടുതൽ ഞെക്കിയത്. നോ പ്രോബ്ലം, ഇറ്റ്സ് എ റോങ് ആൻസർ. -1 ഫോർ ലിറ്റിൽ ഫ്ലവർ. ആനി ജോൺ, ഡു യു ഹാവ് എൻ ആൻസർ? ഭരണിയിലെ എണ്ണ. എത്ര ഭരണിയിൽ എണ്ണ? ഒരു ഭരണിയിൽ എണ്ണ മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. ആനി ജോൺ ഗെറ്റ്സ് 3 മാർക്സ് ഫോർ ദാറ്റ്. റൈറ്റ്, സോ ദാറ്റ് എൻഡ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അക്സ പറഞ്ഞത് ശരിയാണ്. എപ്പോഴും ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകനല്ല, ഏലിയ പ്രവാചകൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ശരിയാണ്. ഇവിടെ
ആരാണുള്ളത്? എലീശ പ്രവാചകൻ്റെ അത്ഭുതമാണ്. ഓൾറൈറ്റ്, രണ്ടാമത്തെ ചോദ്യമാണ്. 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്തിന് 4 മാർക്ക്, രണ്ടാമത്തെ ഭാഗത്തിന് 4 മാർക്ക്. ആനി ജോൺ, ഡെന്റൽ സർജൻ, ഇസ് ഗോയിങ് ടു ആൻസർ ദാറ്റ്. റൈറ്റ്, വെരി ഗുഡ്. പഴയ നിയമത്തിൽ വലിയ ഇരുമ്പുകെട്ടിൽ ഉപയോഗിച്ച ബാഷാൻ രാജാവിൻ്റെ പേരെന്താണ്? പാസ്. റൈറ്റ്, യെസ്. അക്സരാജു? ഓഗ്. ഓഗ്. ഉത്തരം വളരെ ശരിയാണ്. 3 മാർക്സ് ഫോർ അക്സരാജു. റൈറ്റ്. രണ്ടാം ഭാഗം. ഈ വലിയ ഇരുമ്പ് കട്ടിലിൻ്റെ അളവ് എന്താണ്? പാസ്. അക്സയ്ക്ക് അറിയാമോ അളവ്? പാസ്സാണല്ലോ. യെസ്. ഓൾറൈറ്റ്. ലിറ്റിൽ ഫ്ലവർ? നോ. ഓൾറൈറ്റ്. അതിൻ്റെ അളവ് 9 മുഴം നീളവും 4 മുഴം വീതിയുമാണ്. ഓൾറൈറ്റ്, നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 3:11. ഓക്കെ, നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ. ആരാണ് മൂന്നാമത്തെ ചോദ്യം? ലിറ്റിൽ ഫ്ലവറാണ്. യഹൂദ ഗോത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു. ഒറ്റയടിക്ക് പറയേണ്ടതില്ലേ? അതിൽ വലിയൊരാളുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈസ് അവർ ഗോഡ്, ഈസ് അവർ സേവിയർ. ദാറ്റ്സ് റൈറ്റ്. ഷീ ഗെറ്റ്സ് 4 മാർക്സ്, 4 മാർക്ക്. രണ്ടാമതൊരു ഭാഗം കൂടെ ഉണ്ട്. ചോദിക്കട്ടെ, യേശു ക്രിസ്തു എത്രാമത്തെ വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്? 30. വെരി ഗുഡ്. 4 more marks for Little Flower. All right, here ends the first round, Old Testament round. Will you please give me the marks? Little Flower gets 10 marks. Little Flower gets 10 marks. Annie John 3. Annie John gets 3 marks. Aksa 2. Aksa gets 2 marks. മൈനസ് മാർക്ക് കൂടെ കുറച്ചിട്ടാണ് കേട്ടോ. You started with Aksa Raju, so now ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ആരംഭിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. വിശുദ്ധ ബൈബിളിൽ ആദാം മുതൽ യേശുക്രിസ്തുവിന്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? മത്തായി. -1 മാർക്ക്. വേറെ എന്തെങ്കിലും മറുപടി ഉണ്ടോ ആനി? ലൂക്കോസ്. മത്തായി അല്ലെങ്കിൽ ലൂക്കോസ്. മത്തായി അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ലൂക്കോസ് ആണ്. കാരണം 2 പുസ്തകങ്ങളിൽ മാത്രമേ വംശാവലി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ വളരെ വിദഗ്ധമായ ഒരു മറുപടിയാണ് ആർക്ക് നൽകാൻ കഴിഞ്ഞത്. റൈറ്റ് ആൻസർ. സോ യു വിൽ ഗെറ്റ് 3 മാർക്സ്. രണ്ടാമതൊരു ഉപചോദ്യം കൂടിയുണ്ട്. അധ്യായം അനുസരിച്ച് ഏറ്റവും വലിയ സുവിശേഷം ഏതാണ്? അധ്യായങ്ങൾ അനുസരിച്ച്. വിശുദ്ധ മത്തായി. റൈറ്റ് ആൻസർ. എത്ര അധ്യായമുണ്ട്? 28. വെരി ഗുഡ്. 28 അധ്യായങ്ങളുണ്ട്. ഓൾറൈറ്റ്, ഷീ ഗെറ്റ്സ് അനദർ 4 മാർക്സ്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദിമ ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ച ഹേരോദാവ് എങ്ങനെയാണ് മരിച്ചത്? Was eaten by worms. He was eaten by worms, right? That is first part of the question. Gets 4 marks. But you know, eaten by worms, പക്ഷേ ആ worms eat ചെയ്യാൻ ഒരു കാരണമുണ്ടായി. ഒരു worm സഡനായിട്ട് വന്ന് ഹേരോദിനെ കയറി ഈറ്റ് ചെയ്തതല്ല. How it happened? അവൻ ദൈവമാണെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ something happened. And that caused him to be eaten by worms. മനസ്സിലായോ? എന്താണ്? ബൈബിൾ says that. പാസ്. നിങ്ങൾ ആലോചിച്ചേ. Eaten by worms. Just before that you would find something more. After that only he was eaten by worms. പാസ്. Yes, Aksa. ദൈവം അവനെ അടിച്ചു. ദൈവമാണോ അടിച്ചത്? ദൈവം താഴെ ഇറങ്ങി വന്നോ? പടിയായിട്ടൊക്കെ വന്നിട്ട് ഹേരോദിന്റെ അടി ആണോ? യു ആർ പാർട്ട്ലി റൈറ്റ്. കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു എന്നാണ് തിരുവചനം രേഖപ്പെടുന്നത്. ആക്ട്സ് ചാപ്റ്റർ 12 verse 23. ആരാ വന്നത്? കർത്താവിൻ്റെ ദൂതൻ. ദൈവം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം താഴെ ഇറങ്ങി വന്ന് ഒരു വടിയെടുത്ത് ഹേരോദിനൊരു അടി അടിച്ചെന്നാണോ? യു ആർ പാർട്ട്ലി റൈറ്റ്. എനിക്ക് 4 മാർക്ക് തരാൻ കഴിയത്തില്ല. യു ആർ എലിജിബിൾ ഫോർ 3 മാർക്സ്. പക്ഷേ കർത്താവും ദൂതനുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തുള്ള 1 മാർക്ക് കുറവ്. 2 മാർക്സ് ഫോർ അക്സ രാജു. റൈറ്റ്, റെഡി.
The third question. അനേക രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്ത ശ്രീയന്മാരിൽ പൗലോസിന്റെ വാക്കിനാൽ അന്ധനായി തീർന്ന വ്യക്തിയുടെ പേര് എന്ത്? അനന്യാസ്. അനന്യാസ്. എല്ലാത്തിനും ഒരു റിവേഴ്സാണ് വരുന്നത്. അനന്യാസ് അല്ല. -1 മാർക്ക് ഫോർ അക്സാര. ചോദ്യം മനസ്സിലായോ? ലിറ്റിൽ ഫ്ലവറിന് മനസ്സിലായോ? എന്താ മനസ്സിലായത്? പത്രോസിന്റെ ശുശ്രൂഷ കൊണ്ട്. പത്രോസിന്റെ ശുശ്രൂഷയൊന്നുമില്ല. പൗലോസിന്റെ വാക്കിനാൽ അന്ധരായി തീർന്ന ആളുടെ വ്യക്തി. പത്രോസ് എവിടെയുള്ളത്? പത്രോസും പൗലോസും വ്യത്യാസമുള്ള രണ്ടുപേരാണ് അല്ലേ? അപ്പൊ പറയൂ, പൗലോസിന്റെ വാക്കിനാൽ അന്ധരായി തീർന്ന ആള് ശൗൽ. -1 മാർക്ക്. ആനി ബുദ്ധിപൂർവ്വം പിന്മാറുന്നു. ഏലിമാസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. സോ ദ ആൻസർ ഹാസ് ടു ബി ഗിവൻ ബൈ അക്സ അല്ലേ? യെസ്, റൈറ്റ്. സോ അക്സയ്ക്ക് -1 ആൻഡ് ലിറ്റിൽ ഫ്ലവർ ഓൾസോ -1. ഓൾറൈറ്റ്. അക്സയുടെ രണ്ടാമത്തെ ചോദ്യം 4 മാർക്ക് മനസ്സിലായി. 4 മാർക്സ് ക്വസ്റ്റ്യൻ. അന്ധരായ പൗലോസിന് എവിടെ വെച്ചാണ് കാഴ്ച ലഭിച്ചത്? നേർവീതി എന്ന തെരുവിൽ. നേർവീതി എന്ന തെരുവിൽ. അവിടെയും തെറ്റി. യൂദയുടെ വീട്ടിൽ. യെസ്, കറക്റ്റ്. 4 മാർക്സ് ഫോർ അക്സ. അതിൻ്റെ അഡ്രസ്സ് നേർവീതി എന്ന തെരുവിൽ, യൂദയുടെ വീട്ടിൽ. ഹൗസ് അഡ്രസ് കൊടുത്തിരിക്കുകയാണ്. ജെറുസലേമിൽ പോയാൽ അവിടെ പോയാൽ അത് കാണാൻ പറ്റും ആ ലൊക്കേഷൻ. റൈറ്റ്. അക്സ രാജു ഗെറ്റ്സ് 4 മാർക്സ്. ഹാപ്പി? റൈറ്റ്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ട്രാക്കിൽ വന്നു. റൈറ്റ്. സോ the New Testament round ends there, and will you please give the marks, Mrs. Lena? Little Flower at 2. Little Flower gets 2 marks. Annie John at 7. Annie John gets 7 marks. And Aksa at 5. Aksa is closely behind with 5 marks. Very good. Bible Count 2020. Let's sing together. Let's praise together. Let's proclaim all together. Jesus is our God. Jesus is our Lord. Jesus is our Savior. Jesus is the King of Kings. Whoa, whoa. Jesus is our God. Jesus is our Lord. Jesus is our Savior. Jesus is the King of Kings. Bible Count 2020. Now it is a choose an answer round. നിങ്ങളുടെ തന്നെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങൾ തന്നെ മറുപടി നൽകുക, മൈനസ് മാർക്ക് വാങ്ങിക്കുക. അങ്ങനെ അനേക കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരുന്നത്. പ്ലീസ് കമൻറ്റ് ചെയ്യും. യെസ്, ചോയ്സ് ഒന്നുമില്ല, ഇത് തന്നെ എടുത്തേ മതിയാകും. ഓൾ റൈറ്റ്, കം ഓൺ, പ്ലീസ് ഗോ ടു പ്ലീസ്. Who got number 1? Take the cards inside. അകത്തെ കാർഡിലാണ് ചോദ്യം ഇരിക്കുന്നത്. Yes, Annie John gets the first chance and a very easy question for 5 marks. സങ്കീർത്തനങ്ങൾ എത്ര ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം തിരിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. എത്ര ഭാഗങ്ങളായിട്ടാണ്? 50 100 200? How many ഭാഗങ്ങളായിട്ട്? How many times is it divided into? Psalms 150 chapters. I'm not asking you about the chapters, I am asking you about the parts. The first book, second book, that way you know it is written there. How many times it is divided? 3.
Yes, -1 mark for Annie John. It's the first time, -1 mark. Right. Yes, Aksa, can you tell me? 5 പുസ്തകങ്ങൾ. Exactly right. Aksa Raju gets 4 marks. It's a 5-mark question, -1. That's 4 marks for Aksa Raju. Right. Who got number 2? Again, Aksa Raju. Very good. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഭൂകമ്പം ഏത്? Earthquake. Right. Can you tell me? ബാബേൽ ഗോപുരം. -1 mark for Aksa Raju. ഞാൻ ചോദിച്ചത് ആദ്യത്തെ ഭൂകമ്പം ഏത്? Which is the first earthquake that is mentioned in the Bible? -1 mark for Aksa Raju, and the next chance is for Little Flower. Yes or no or pass? Pass. And Annie? ഏലിയാവ് യാഗം കഴിക്കുമ്പോൾ. ഏലിയാവ് യാഗം കഴിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വായിച്ചോ ബൈബിളിൽ? ഡിഡ് യു റീഡ് ദാറ്റ് ഇൻ ദ ബൈബിൾ? ഏലിയാവിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടായി. അറിയാമോ, 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ യഹോവ കടന്നുപോയി. പാറകൾ പിളർക്കുന്ന, ഭൂമി കുലുക്കുന്ന അവസ്ഥ. ശരിയാണോ? ഏലിയാവ് എന്നൊരു മറുപടി പറഞ്ഞതുകൊണ്ട് 2 മാർക്ക് കൊടുത്തേക്കാം. പോട്ട് അത്രയെങ്കിലും അടുത്ത് വന്നു. ബാബേലുമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. ഓരേബും ബാബേലുമായിട്ട് ദൂരമുണ്ട്. റൈറ്റ്. അതോടൊപ്പം തന്നെ ബാബേൽ എന്ന് പറയുന്നത് ശിനാർ മരുഭൂമിയിലാണ്. റൈറ്റ്. മനസ്സിലായോ? സോ ഹൂ ഇസ് നമ്പർ 3? ലിറ്റിൽ ഫ്ലവർ. റൈറ്റ്. ദാറ്റ് ഓൺലി 2 മാർക്സ്. റൈറ്റ്. എന്ന് പറഞ്ഞാൽ ഏലിയാവെന്ന് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ബാക്കിക്ക് -2 എങ്കിലും ഒരു ഡെൻ്റൽ സർജൻ ആയിരിക്കുന്നതുകൊണ്ട് എനിക്കിനി അവിടെ പോകേണ്ടതുകൊണ്ടും യെസ് സേഫ് ആണല്ലോ അവിടെ വരുന്നത്. ഓൾറൈറ്റ്, ഗുഡ്. ദ തേർഡ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ 2-part ക്വസ്റ്റ്യൻ. 2 ഭാഗങ്ങളുണ്ട്. 4 മാർക്ക് വീതമുള്ള 2 ഭാഗങ്ങൾ. യെസ്, ദ ഫസ്റ്റ് പാർട്ട്, ദാവീദിന്റെ വ്യഭിചാരത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും അവനോട് പറയുവാൻ ദൈവം നിയോഗിച്ച പ്രവാചകന്റെ പേരെന്ത്? നാഥാൻ പ്രവാചകൻ. Exactly, 4 marks. You're right. The next question. നാഥാൻ പ്രവാചകൻ ഒരു ഉപമയിലൂടെയാണ് ദാവീദ് മനസ്സിലാക്കുന്നത്. ആ ഉപമയിൽ ഉപയോഗിച്ച മൃഗമേത്? ചാടിക്കയറി ചെന്നടാ നീ പാപം ചെയ്തു, നീ കൊലപാതകം ചെയ്തു എന്നല്ല പറഞ്ഞത്. വളരെ മൃദുവായി ഒരു ഉപമ പറഞ്ഞ് ആ ഉപമയിലൂടെയാണ് pass or yes or no? Yes, Annie. Aksa? ആട്. ആടെന്ന് പറഞ്ഞാൽ കൊറ്റനാടാകാം, മുട്ടനാടാകാം, ചെമ്മരിയാടാകാം. ചെമ്മരിയാടാണോ? ഒരു മനുഷ്യന് 100 ആടുണ്ട്. അതൊക്കെ 100 ആടുണ്ട്. ആ പറഞ്ഞോ, വായിച്ചോ, ബാക്കിയോടെ പറഞ്ഞു. അതിൽ 90. പറ, കറക്റ്റ് പറഞ്ഞു വരൂ. ഒരു പെൺകുഞ്ഞാട് ആണോ? അവൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ചെമ്മരിയാടല്ല, പിന്നെയോ പെൺകുഞ്ഞാട്. അപ്പോൾ 3 മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യനാണ്. ആടെന്ന് പറഞ്ഞു, ആ പെൺകുഞ്ഞാട് ചെമ്മരിയാടാണെന്നോ വേദപുസ്തകം പറയുന്നില്ല. അക്സ പറയുന്നത് ചെമ്മരിയാടാണെന്ന്. ഞാൻ അക്സയെ വിശ്വസിക്കുകയാണ്, ചാർട്ടേഡ് അക്കൗണ്ട് ആയതുകൊണ്ട്. അതുകൊണ്ട് 3 marks for Aksa. റൈറ്റ്. മാർക്കൊന്നും ഞാൻ കുറയ്ക്കുന്നില്ല. ഇനിയും കുറച്ചുകൂടെ കൃത്യമായിട്ട് ബൈബിൾ വായിക്കണം കേട്ടോ. ചെമ്മരിയാടാണ്, കോലാടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാനൊരു ബൈബിൾ പരിഭാഷയാണ്, ഇതൊക്കെ ഞാൻ മനസ്സിൽ കയറി അതൊക്കെ അങ്ങനെ എഴുതി വെച്ചോളി. ഓൾറൈറ്റ്. എന്നെ തെറ്റിക്കാൻ ആഗ്രഹമില്ലല്ലോ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ ദാറ്റ് ബ്രിങ്സ് us to the end of the choose and answer round. And give me the marks. Little Flower gets 4 marks. Little Flower gets 4 marks. Annie John 1. Annie John gets 1 mark. Aksa 6. Aksa gets 6 marks. Are you happy? Little Flower ചെറിയ വിഷമം ഉണ്ടോ? അറിയാമായിരുന്നല്ലേ? So next we go for the Bible bumper round.
ബൈബിൾ ബമ്പർ റൗണ്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബൈബിൾ ബമ്പ്, ദാറ്റ് ഈസ് ദ ബസർ റൗണ്ട്. രണ്ടാമതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. വേദപുസ്തകത്തിലെ ഒരു ഭാഗം പറയുമ്പോൾ അതിവേഗം വന്നെടുത്ത് വായന തുടങ്ങണം. ഓൾറൈറ്റ്, ഹാൻഡ്സ് ഓൺ യുവർ ബസേഴ്സ്. ഓൾറൈറ്റ്, അക്സ റെഡിയാണ്? അപ്പോൾ ഡാനി, അക്സ വളരെ ടെൻസ് ആണെന്ന് തോന്നുന്നു. ബി ഹാപ്പി മാൻ. Right, you're a chartered accountant. You have to face all situations, right? You are getting good marks. So, Bible bumper. The first question. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? യെസ് ആനി. യേശു മാർത്തയോട്. യേശു മാർത്തയോടാണ് പറഞ്ഞത്. വെരി ഗുഡ്. ഷീ ഗെറ്റ്സ് 4 marks for that. 4 മാർക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി റെഡി. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യെസ് ആനി. യേശു യായിറോസിന്റെ. ഇറ്റ്സ് എ റോങ് ആൻസർ. യെസ് അക്സ. മറിയോട്. മറിയോട് -1 മാർക്ക്. മാർത്തയോട് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ആദ്യ ഭാഗം പറഞ്ഞു, ബാക്കി വായിച്ചില്ലായിരുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആവുന്നെന്ന് പറഞ്ഞോളത് വായന നിർത്തി. അടുത്ത ദിവസം വായിച്ച് വേറെ അധ്യായമാണ്. ആണോ? ലിറ്റിൽ ഫ്ലവർ വായിച്ചിട്ടില്ലേ? ദാറ്റ്സ് ഓക്കെ. റെഡി ഫോർ ദ ബസർ. യേശു കരഞ്ഞു എന്ന ഏത് സുവിശേഷത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യെസ് ലിറ്റിൽ ഫ്ലവർ. യോഹന്നാൻ. So how many marks? 3 marks. So you get 3 marks, right? So that ends the first question. Now the second question. It is 2.5 marks for each question. 2.5 മാർക്കാണ് ഓരോ ചോദ്യത്തിൽ. റെഡി? 4 ചോദ്യം. എനിക്ക് അക്സയ്ക്കും ആനിക്കും ലിറ്റിൽ ഫ്ലവറിനൊക്കെ ചാൻസ് തരാൻ വേണ്ടി ഒറ്റ ചോദ്യത്തിൽ എനിക്ക് നിർത്താം. പക്ഷേ 4ആയിട്ട് വിഭജിച്ച് എല്ലാവർക്കും മാർക്ക് കിട്ടാനുള്ള ഒരു വലിയ സംവിധാനം ഉണ്ടാക്കി. ഓൾറൈറ്റ്, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെഡി? അപ്പോസ്തലനായ പൗലോസ് ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? യെസ് ലിറ്റിൽ ഫ്ലവർ. ബെന്യാമിൻ. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് അപ്പോസ്തലനായ പൗലോസ്. ദ ആൻസർ ഈസ് വെരി റൈറ്റ് ആൻഡ് യു ഗെറ്റ് 2.5 മാർക്സ്. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ അതിനോട്. ഐ ഗിവ് one more question. This is another 2.5 അല്ല 2 marks supplementary question. Hands on your buses. ബെന്യാമിൻ ഗോത്രത്തിന് അവകാശപ്പെടുവാൻ മറ്റൊരു മഹത്വം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ബെന്യാമിൻ ഗോത്രത്തിന് അവകാശപ്പെടുവാൻ പറയുമ്പോൾ മറ്റൊരു മഹത് വ്യക്തി ബെന്യാമിൻ ഗോത്രത്തിൽ ഉണ്ടായിരുന്നു. ആരാണ് ആ വ്യക്തി? അത്രയും ഞങ്ങൾ തീർത്തു പറയാം. വളരെ വലിയൊരു ക്ലൂ ആണ് തന്നത്. So the question is unanswered. ശൗൽ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ഇസ്രായേലിന്റെ ഒന്നാമത്തെ. ശരിയാണോ ലിറ്റിൽ ഫ്ലവർ? യെസ്. am I right? Right. Okay, നിങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ട് ശരിയാണ്. Now the second part of the second question, 2.5 marks question. ന്യായപ്രമാണം സംബന്ധിച്ച് താൻ ആരാണെന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? യെസ് അക്സ. പരീശൻ. പരീശൻ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 2.5 marks. ഒന്നും കുറവില്ല. And now for the third part. Ready? തൻ്റെ സുവിശേഷ യാത്രയിൽ പൗലോസ് എത്ര പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു? യെസ് ലിറ്റിൽ ഫ്ലവർ. 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഉത്തരം വളരെ ശരിയാണ്. 3 പ്രാവശ്യം. യെസ്. 2.5 marks. All right. Okay, the last part, last question. ആരുടെ പാദപീഠത്തിൽ ഇരുന്നാണ് പൗലോസ് സൂക്ഷ്മത? ഞാൻ ചോദിച്ചില്ലല്ലോ, അതിന് മുമ്പേ ഇവിടെ ഞെക്കി കഴിഞ്ഞു. അത് അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യണം. ഞാൻ ചോദ്യം ചോദിച്ച പകുതി ആകുന്നതിന് മുമ്പേ ഇവിടെ പ്രസംഗി കഴിഞ്ഞു അല്ലേ? ലിറ്റിൽ ഫ്ലവർ. റൈറ്റ്. ആരുടെ പാദപീഠത്തിൽ ഇരുന്നാണ് പൗലോസ് സൂക്ഷ്മതയോടെ അഭ്യസിച്ചത്? എക്സാക്ട്ലി. 2.5 marks ഫോർ ലിറ്റിൽ ഫ്ലവർ. ഇപ്പം നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഓൾറൈറ്റ്. Bible Count 2020. അല്ലിച്ചയ, ഈ ജോസഫ് സ്വപ്നം കണ്ട കാര്യം വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നേ? എടിയത് മത്തായിയുടെ സുവിശേഷത്തിലല്ലയോ? ഹോ, അതല്ലിച്ചയ, ആ യാക്കോബിന്റെ മകന്റെ കാര്യം ഞാൻ ചോദിച്ചത്. എന്റെ അന്നാമ്മ, അത് തപ്പിപ്പിടിക്കാൻ ഒരുപാട് സമയം വേണം.
മനുഷ്യന് വിശക്കുമ്പോഴാ അവിടെ ഒരു സംശയം. നിങ്ങള് വഴക്കടിക്കാതെ. അത് ഉൽപ്പത്തി 37 അധ്യായം 5 മുതലുള്ള വാക്യത്തിലാണ്. എടി പെണ്ണേ, എങ്കിലും നീ ഇതൊക്കെ എങ്ങനെ ഓർത്തു? ഓർക്കാനൊന്നും ഇല്ല അമ്മച്ചി. ഇന്നലെ എനിക്ക് സമ്മാനം കിട്ടിയ വേദപുസ്തകത്തിൽ നോക്കിയാ മതി. ഏത് വിഷയവും ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാ പുസ്തകം ഓടിയത്? വിശുദ്ധ സത്യവേദ പുസ്തകം. എന്നാ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. മഹോദര രോഗമുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് എവിടാന്ന് പറ. ലൂക്കോസ് 14:4 മുതൽ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇച്ചയ, നമുക്ക് ഒരെണ്ണം വാങ്ങണം. ഒന്നല്ല, 2 ഒന്ന് എനിക്ക്, ഒന്ന് നിനക്ക്. ബൈബിളിലെ ഏത് വിഷയവും എവിടെ എന്ന് ഒരു നിമിഷം കൊണ്ട് കണ്ടെത്തുവാൻ കഴിയുന്ന ഉപശീർഷക സൂചികയുള്ള മലയാളത്തിലെ ഏക ബൈബിൾ വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ബൈബിൾ കൗണ്ട് 2020. ഇനിയും റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. വേഗ വേദ വായന. എസ്രായുടെ പുസ്തകം 4 അധ്യായം 1 വാക്യം. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിന്റെയും ശത്രുക്കൾ കേട്ടപ്പോൾ അവർ സെരുബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ. നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ ഏസർ ഹദ്ദോന്റെ കാലം മുതൽ യാഗമർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. 3 marks for Aksaraj. Right? Now the second reading. 1 പത്രോസ് 3:1. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും വചനം അനുസരിക്കാതിരുന്നാൽ ഒരു വാക്കും പറയാതെ തന്നെ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടുവാൻ കഴിയും. ഭയത്തോടു കൂടിയ നിങ്ങളുടെ ജീവിത വിശുദ്ധി കണ്ടറിയുന്നതിനാൽ തന്നെ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ ബാഹ്യമായുള്ളതായിരിക്കരുത്. പിന്നെയോ സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ് എന്ന അനശ്വര അലങ്കാരമായ ഹൃദയത്തിന്റെ ആന്തരിക വ്യക്തിത്വം ആയിരിക്കണം. അത് മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? The answer is right. 3 marks for Little Flower. Now the last part. ഈ വായിക്കുന്നത് മനസ്സിലാക്കാനോടാണ് കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാനാണ് പഴയ വേദപുസ്തകം. ഞാനെന്താ എഴുതിയേക്കുന്നത്? വിധേയരായിരിക്കാൻ. ഓക്കെ, ഇവിടെ ഭാര്യയായിട്ട് താങ്കൾ മാത്രമേ ഉള്ളൂ. അത് വേറെ വല്ലതും ഉണ്ടോ? നിങ്ങൾ ഭാര്യമാരാകാൻ പോകുന്നവരാണ്. മനസ്സിലായി? ഓൾറൈറ്റ്, ദ ലാസ്റ്റ് പാർട്ട്, ദ ലാസ്റ്റ് റീഡിങ്. രൂത്ത് 1:17. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുന്നുവെങ്കിൽ യഹോവ അതിന് തക്കണവും അധികവും എന്നോട് പകരം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. റൈറ്റ്. അപ്പോൾ അമ്മായിമ്മോട് അങ്ങനെ വേണം പെരുമാറാൻ. കേട്ടോ? ഓൾറൈറ്റ്, Little Flower gets 3 marks for that. That brings us to the close of the Bible reading round and the rapid reading round. Will you give me the scorecard for this particular round? Little Flower at 16.5. Little Flower has 16.5 marks. Annie John at 3. Annie John closely behind with 3 marks. And Aksa at 4.5. Aksa has 4.5 marks. Good. Now give me the total tally. We give actually cash prizes to encourage our participants. നമ്മുടെ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കതിനുവേണം നാം സമ്മാനം ക്യാഷായിട്ടാണ് നൽകുന്നത്. ക്യാഷ് പ്രൈസാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് എല്ലാവർക്കും സമ്മാനമുണ്ട്. താങ്ക് യു. So here goes the prizes. First prize goes to Little Flower, 32.5 marks. Congratulations. Second prize goes to Aksa, 17.5. And third prize goes to Annie John, that is 14 marks.
Little Flower and AXA gets an automatic selection to the next stage, and Annie John as a standby. All right? So it depends on the other rounds, and we'll see the top scorers. So there's a chance for you to come to the second stage. Happy? All are happy. Very good. So here we go for the prizes. Yes, the first prize, Little Flower can come. That's it. Thank you. Thank you. Best of luck. Yes. So, Aksa, please come. Congratulations. And Annie, there is still a chance. You just missed it. Right. Okay. Congratulations. Thank you. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് സണ്ണി എബ്രഹാം ആൻഡ് ഫാമിലി. ബൈബിൾ ക്രൗൺ 2020. തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു.